ഡിവൈഎഫ്ഐയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചിന്ത ജെറോം എത്താൻ സാധ്യതയേറുന്നു. സിപിഎം നേതൃത്വത്തിന്റെ പിന്തുണ ചിന്തയ്ക്ക് കരുത്തുപകരും. അവസാന നിമിഷം അട്ടിമറി നടക്കുമോ എന്ന ആകാംക്ഷയും ശക്തം. ഇടത് യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായതോടെ ആരാകും പ്രസിഡന്റ് എന്നതിനെ ചൊല്ലി ആകാംക്ഷകൾ നിറയുകയാണ്. ചിന്ത ജെറോം പ്രസിഡന്റ് ആകണമെന്ന നിർദ്ദേശമാണ് സിപിഎം നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ആദ്യത്തെ ഡിവൈഎഫ്ഐ വനിതാ പ്രസിഡന്റായി ചിന്ത ജെറോം മാറും. ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്യും. അതേസമയം സിപിഎം നിർദ്ദേശം അട്ടിമറിച്ച് ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ ചിന്ത ജെറോമിനെതിരെ അട്ടിമറി നീക്കം ഉണ്ടാകുമോ എന്ന ആശങ്കയും ശക്തമായി ഉയരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയായി കണ്ണൂർ കല്യാശ്ശേരി എംഎൽഎയും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എം വിജിന്റെ പേരാണ് പരിഗണനയിലുള്ളത്. നിലവിലെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, പ്രസിഡന്റ് വി വസീഫ് എന്നിവർ പ്രായപരിധി പൂർത്തിയാക്കി പടിയിറങ്ങുന്ന സാഹചര്യത്തിലാണ് പുതിയ നേതൃനിരയെ നിശ്ചയിക്കുന്നത്. കൊല്ലം സ്വദേശിയായ ചിന്ത ജെറോം ബാലസംഘത്തിലൂടെയും SFIയിലൂടെയുമാണ് സംഘടനാ രംഗത്ത് ശ്രദ്ധേയയാകുന്നത്. കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ, SFI സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിൽ മികച്ച സംഘാടക മികവ് കാട്ടി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ചിന്ത കേരളത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രമുഖ വാഗ്മിയും പ്രഭാഷകയുമായി അതിവേഗം മാറി. തുടർന്ന് സിപിഎം സംസ്ഥാന സമിതി അംഗമായും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായും നിയമിതയായി. തുടർച്ചയായി 2 തവണ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചിന്ത ചുമതല വഹിച്ചിരുന്നു. എന്നാൽ ഇക്കാലയളവിൽ ഉയർന്ന ചില വിഷയങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ വലിയ വിവാദമാക്കി മാറ്റി. കമ്മീഷൻ അധ്യക്ഷ പദവിയിലിരിക്കെ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള കുടിശ്ശിക അനുവദിച്ചു കിട്ടാൻ അപേക്ഷ നൽകിയെന്ന വാർത്ത വലിയ തോതിൽ ചർച്ചയായി. ചിന്തയുടെ ഗവേഷണ പ്രബന്ധത്തിൽ വാഴക്കുല എന്ന കവിത തെറ്റായ പരാമർശം കടന്നുകൂടിയത് വലിയ ട്രോളുകൾക്കും അക്കാദമിക് വിമർശനങ്ങൾക്കും വഴിവെച്ചു. കൊല്ലം തങ്കശ്ശേരിയിലെ ഒരു ആയുർവേദ റിസോർട്ടിൽ ദീർഘകാലം താമസിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്നു. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ ആക്ഷേപിക്കാനായി ചില അരാഷ്ട്രീയ ബുദ്ധിജീവികളും BJPയുടെയും കോൺഗ്രസിന്റെയും പരോക്ഷ അനുകൂലികളുമടക്കം രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ പ്രതിരോധമുയർത്തിയ നേതാക്കളുടെ മുൻനിരയിലായിരുന്നു ചിന്ത ജെറോമിന്റെ സ്ഥാനം. ഡിവൈഎഫ്ഐ രൂപീകരിച്ച കാലം മുതൽ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി പദവികളിൽ പുരുഷന്മാരാണ് നേതൃത്വം നൽകിയിരുന്നത്. പാർലമെന്ററി രംഗത്തും സംഘടനാ തലത്തിലും വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന CPM നയത്തിന്റെ ഭാഗമായാണ് ചിന്ത ജെറോമിന് ഈ സുപ്രധാന ചുമതല നൽകാൻ ആലോചിക്കുന്നത്. മറ്റൊരു യുവജന സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ചിട്ടയോടെ സമ്മേളനം നടത്തുകയും ജനാധിപത്യ രീതിയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്നതിനാൽ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് സവിശേഷ പ്രാധാന്യമാണുള്ളത്. ഒരു വനിതാ നേതാവ് ഡിവൈഎഫ്ഐയുടെ അമരത്തെത്തി ചരിത്രം കുറിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.